അമ്മ എന്താണ് പരിപാടി? ഇന്ന് ഞാനിതാ നമ്മളെ കൊറേയായി കൊല്ലങ്ങളായി മുതലയൊക്കെ പുളി വെച്ചിട്ട്. മുതിരപ്പൊടി. അപ്പൊ അച്ഛൻ പറയുന്നു മുതല ഇത്തിരി പുളി വെക്കി പറഞ്ഞു. മുതിരപ്പൊടിയാ? അപ്പൊ അതാ അമ്മ വറുത്ത് അടുപ്പ് വെക്കട്ടെ. ഓക്കെ ശരി അമ്മ. അതാ പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി ഇത് നല്ലപോലെ വറുക്കണം അമ്മ. വറുക്കണം. നമ്മ സാധാരണ ഇപ്പൊ മുതിരപ്പുളി വെക്കാറില്ലല്ലോ. അതന്നെ കുറച്ചായി വെച്ചിട്ട്. വെള്ളപ്പരിപ്പുളി വെച്ചു ഈ ഇടയ്ക്ക്. പക്ഷെ മുതിരപ്പുളി വെച്ചിട്ട് കുറച്ചായി. മുതിരയും പിന്നെന്താണ് തോരയ്ക്ക് അതൊക്കെ വെക്കും പുളി അല്ലേ മാ? അതന്നെ. അപ്പൊ അച്ഛൻ ഇന്ന് ഇപ്പൊ ഇത് വെക്കാൻ പറഞ്ഞു. എന്നാ പിന്നെ ശരി പറഞ്ഞിട്ട് വറുക്കണോ? വറുക്കണം. മുതിരയൊക്കെ വറുക്കണേ നല്ല മണം വരുന്നമാ. അതന്നെ, നല്ല ഒരു കരിയാണ്ട് നല്ല ഇതായിട്ട് വറുക്കണം. അപ്പൊ നല്ല കളറൊക്കെ മാറി ഈ ഒരു കളറായി. ഇങ്ങനെ ആവണല്ലേ മാ? അങ്ങനെ ആകണം. എന്നാലാണ് നമ്മള് പുളി വെക്കുമ്പോഴും അതിന്റെ മണമൊക്കെ ഉണ്ടാവുള്ളൂ. മണം ഗുണമൊക്കെ കിട്ടുള്ളൂ അല്ലേ? നമ്മള് മുതിരപ്പുളി പറയും, ചിലവിടെ കൊള്ളുപുളി പറയോ? കൊള്ളു പറയും. അപ്പൊ ഓരോ ഭാഗത്ത് എന്താന്ന് പറയാൻ അറിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് മുതിരപ്പുളി പറഞ്ഞാൽ. ഒരു എന്താ പറയാ, നമുക്ക് പനിയോ ജലദോഷമോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് നല്ലതാണ്. നല്ലതാണ്. രണ്ട് വെളുത്തുള്ളിയും ചേച്ചി താളിച്ചാ നല്ല മണം ഉണ്ടാവും. നല്ല സൂപ്പർ ആയിരിക്കും. ശരി വേനെ മതി. മതി. അപ്പൊ നമുക്കിനി വേവിക്കാം അല്ലേ അമ്മ? വേവിക്കാം. അത് അമ്മ കുക്കറിൽ വേവിക്കാം അല്ലേ? അപ്പൊ കുക്കറിൽ വാരിയിട്ടു അല്ലേ അമ്മ? വേകാൻ വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ വരുമ്പോ നമുക്ക് ഓഫാക്കാം. ഓഫാക്കാം അല്ലേ? അപ്പോഴേക്കും അമ്മ തേങ്ങയൊക്കെ ചിരകി അരക്കട്ടെ. അരക്കാം അല്ലേ? ശരി, എന്നാ നടക്കട്ടെ. ഇവരെയൊക്കെ വെന്തു. ഇതിലേക്ക് വെന്തൂല്ലേ അമ്മ? അപ്പം അമ്മ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്. പോയില്ലേ? പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഒന്ന് തിളച്ച ശേഷം നമ്മൾക്ക് പുളി ഒഴിക്കാം. പുളി ഒഴിക്കാം അല്ലേ അമ്മ? തിളച്ചൂലമ്മ? തിളച്ച് ഉപ്പും മുളകൊക്കെ ആണെങ്കിൽ സെറ്റായി. അപ്പം അതാ പുളി കുഴിഞ്ഞ് വെച്ചിട്ടുണ്ടമ്മ. പുളിവെള്ളം അല്ലേ? പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് തിളച്ചിട്ട് തേങ്ങ ഇറക്കി ഒഴിക്കുക അല്ലേ? മുതിരപ്പുളി പറഞ്ഞാൽ പണ്ടുള്ളവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. തേങ്ങയൊന്നും ഒഴിക്കില്ല, ഇങ്ങനെയാണ് ഇഷ്ടം. അങ്ങനെ അല്ലേ? ഇതൊരു ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് എന്തായാലും ഒരു കുറച്ചെങ്കിലും തേങ്ങ അരക്കണല്ലോ. അതെ. അപ്പൊ അങ്ങനെ വെക്കാൻ. ഓ ശരിയമ്മ. പുളിയൊക്കെ ഒഴിച്ച് സെറ്റായി വന്നൂലമ്മ? അമ്മയപ്പോ തേങ്ങ അരക്കി വെക്കും. തേങ്ങ അരക്കി വെക്കണം. തേങ്ങയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറും തേങ്ങയാണ്. പിന്നെ മുതിരപ്പുളി എന്നൊക്കെ പറയുമ്പോൾ കട്ടി പറ്റില്ല, ഇത്തിരി അയഞ്ഞിരിക്കണം. എന്താ ഇത്ര വെള്ളം ഒഴിക്കണം വിചാരിക്കണ്ട, ഇത്തിരി അയഞ്ഞിരിക്കണം. നമ്മളീ പാലക്കാട്ടുകാർക്ക് മുതിരപ്പുളി, വെള്ളപ്പയർപ്പുളി, തോരക്കപ്പുളി പറഞ്ഞൊക്കെ പ്രധാനമല്ലമ്മ. ഇനി നമുക്ക് വെളുത്തുള്ളിയും വറമുളകും പൊട്ടിച്ചിട്ടിട്ട് താളിച്ച മണം ചോറ് കൊണ്ടാ പറയും. അപ്പോൾ തിള കളിക്കട്ടെ അല്ലേ? മുതിരയൊക്കെ ഇറക്കി വെച്ചില്ലേ അമ്മ? മുതിരപ്പുളിയൊക്കെ തിളച്ച് ഇറക്കി. അമ്മ അപ്പോൾ അതാ താളിക്കാൻ വെളുത്തുള്ളി 2 വറമുളകും. വെളുത്തുള്ളി കൂടുതലെടുത്തിട്ടുണ്ട്, 2 വറമുളകും. വെളുത്തുള്ളി ഇട്ടാൽ നല്ല മണം വരുള്ളൂ. അപ്പുറത്തെ അയൽവക്കത്തേക്കും കൂടി മണം വരണല്ലേ അമ്മ? പാത്രം വെച്ചു, ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയൊക്കെ ചൂടായി, കടുകിട്ട് കൊടുത്തു അമ്മ. വറമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തോളി അമ്മ. കറുവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ചോക്കനയായി. അപ്പം അമ്മ അതിലേക്ക് തിളച്ച് വയ്ക്കാം അല്ലേ?
അപ്പം നമ്മുടെ മുതിരപ്പുളിയൊക്കെ റെഡിയായി. സിമ്പിളായിട്ടുള്ള പാലക്കാടൻ രീതിയിലുള്ള മുതിരപ്പുളി റെഡിയില്ലമ്മ. മുതിരപ്പുളിയാണ് എല്ലാവർക്കും അമ്മ വെള്ളപ്പയർ പുളി വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അതേപോലത്തെ ഒരു പുളിയാണ് ഇത് മുതിരയും. അപ്പം എല്ലാവരും മക്കളൊക്കെ വെച്ച് നോക്കുക. എന്നിട്ട് എന്താ അഭിപ്രായം പറഞ്ഞാൽ അമ്മയെ അറിയിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാനും അമ്മയും കൂടി വരാം അല്ലേ അമ്മ? അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.